Good morning, dears. All of you mark your attendance. Mark your attendance. Okay. Take your Malayalam notebook. Miss, MS notebook. Okay, as you like. Malayalam or MS, rough notebook or A4 sheet. Okay. Malayalam or MS notebook or rough book or A4 sheet. As you like. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വിട്ടു ഏതിലായാലും നിങ്ങളെ എഴുതി നല്ല നീറ്റിൽ എഴുതിക്കുക. എക്സാം ആണോ? ഏത് ലെസണാണെന്ന് ചോദിക്കുന്നേ? ഞാനൊരു എത്ര പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് ആരോണെ. അടി ഞാൻ ആരോൺ വന്നിട്ടാകുമ്പോ തന്നോളാം കേട്ടോ. മൺഡേ നമ്മളിപ്പോ ഒരു ലെസൺ എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒറ്റ ഒരു ലെസണാണ് ഇതുവരെ കഴിഞ്ഞത്. കാരണം എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്? റെഗുലർ ക്ലാസ്സിന്റെ ടൈമിൽ നമ്മള് ഏതാണ് പഠിച്ചത്? ഗ്രാമർ പോർഷൻ വീണ്ടും പറയായിരുന്നു കുറെ ദിവസങ്ങൾ അല്ലെ? അപ്പൊ നമുക്കിപ്പോ ഏഷ്യൻ ഗെയിംസ് എന്നൊരു പാഠാണ് ഫിനിഷ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഏതെടുത്തു? അടുത്തത് ലെസന്റെ മഞ്ഞക്കിളി എന്ന ലെസൺ എടുത്തു. ഓക്കെ, അപ്പൊ രണ്ടെണ്ണാണ് നമുക്കിപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ. ഏഷ്യൻ ഗെയിംസ് എന്ന ലെസന്റെ ആണ് ഇപ്പൊ നമ്മൾ ആൻസർ ക്ലാസ് ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആർ യു റെഡി? Yes, miss. Yes, miss. Yes. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഒന്നാമത് നമുക്കുള്ളത് മീനിങ് എഴുതാനാണ്. അർത്ഥം എഴുതാം. അർത്ഥം എഴുതുക. അതില് ഫസ്റ്റ് വൺ ആസ്ഥാനം. ആസ്ഥാനം എഴുതിക്കോ വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഓക്കെ, കുഴപ്പമില്ല, എഴുതുന്നെങ്കിൽ എഴുതാം. ആസ്ഥാനം എന്നിട്ട് അതിന്റെ ആൻസർ എഴുതാം. ആസ്ഥാനം എന്ത് പറ്റി കേട്ടിട്ടില്ലേ ഷെഫി? ഞാൻ ഇവിടുന്ന് നിങ്ങളെ ഓരോരാളെയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളിപ്പം വൈകാട്ടായിട്ട് അറിയാം ഓരോരാളെയും. ഓക്കെ, ആസ്ഥാനം. ഫസ്റ്റ് വൺ ആസ്ഥാനം. അദ്വൈതേ, നമ്മൾ എക്സാം ആണ് എഴുതുന്നത് ഇപ്പോ. ആസ്ഥാനം ഇത് ഞാൻ ചോദിക്കും കേട്ടോ. നിങ്ങൾ തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും എവിടെയാണ് നിങ്ങൾ ഇത് എഴുതിയത്. ആസ്ഥാനം. ഫിനിഷ്? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ ക്വസ്റ്റ്യൻ. ആസ്ഥാനം എന്നിട്ട് അതിന്റെ ആൻസർ എഴുതും. ഫസ്റ്റ് ബിറ്റിൽ ഒന്നാമത്തെ ഇത് ഇടുക, റോമൻ ലെറ്റർ. നെക്സ്റ്റ് ആധുനികം. രണ്ടാമത്തത് ആധുനികം. ആധുനികം. എന്ത് ദേവാഞ്ജന, ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡാണോ ആധുനികം? ആധുനികം. ഞാൻ ക്ലാസ്സിൽ തന്നെ പലതവണ എടുക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ആധുനികം അല്ലെ? ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തത് ന്യൂനത. ന്യൂനത. പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ എല്ലാ കാര്യത്തിലും പിന്നിലാണെന്ന് പറഞ്ഞേരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂനത. യെസ്, വെരി ഗുഡ്. ഷെഫിക്ക് അത് ഓർമ്മ വന്നു. ഓക്കെ, ന്യൂനത. ആഷൻ ഫിനിഷ്? നോ. ശ്രീദേവ്, സേറ റോസ്
ടേൺ ഓൺ യുവർ വീഡിയോ. സേറ കുറെ ദിവസങ്ങളായി മിസ്സിന്റെ ക്ലാസ്സിൽ വീഡിയോ ഓൺ ചെയ്യാറില്ല കേട്ടോ. ഇത് അനുവദനീയല്ല. നിന്നെ ഇന്നും കൂടി ഞാനിപ്പോ ഇവിടുന്ന് കാണും കേട്ടോ. നാളെ മുതൽ നമ്മൾ ക്ലാസ്സിൽ തന്നെ കാണാൻ തുടങ്ങും അടുത്ത ദിവസം. അല്ലേ സേറ? സേറൊക്കെ എന്നെ കാണുന്നില്ലെങ്കിൽ എനിക്ക് സേറയെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. എനിക്കിപ്പം അവിടെ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റും. എനക്ക് കാണാൻ പറ്റണ്ടേ? അപ്പൊ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ന്യൂനത. എഴുതിയോ മക്കളെ? അടുത്തത് സമിതി. സമിതി. സമിതി എല്ലാം ദേവാഞ്ജലി ഇന്ന് ആദ്യമായി കേൾക്കുമ്പോഴാണ്. ഒന്നും പഠിച്ചിട്ടാന്ന് തോന്നുമല്ലോ. നോക്കട്ടെ. സമിതി. എബിൻ എഴുതിയോ? എബിൻ, ആരോ? മുഹമ്മദ് ഷമീലിന്റെ തലയും ഇന്നലെ തലയും കാണുന്നുണ്ടായിരുന്നില്ല രാവിലെ മിനിയാന്ന്. ഇതാണ് ഷംബീലെ. നേരെ ഇരുന്നേ. രണ്ടാമത് പറയുവോ? ഓക്കെ, പറയാം. ഒന്നാമത് നമ്മൾ പറഞ്ഞ ആസ്ഥാനം, രണ്ടാമത് ആധുനികം. ആധുനികം. ഓക്കെ, ആരോ ഒരാളവിടെ ഉത്തരം പറഞ്ഞു. ആധുനികം. നെക്സ്റ്റ് തേർഡ് വൺ ന്യൂനത. അല്ല, മൂന്നാമത്തത് ന്യൂനത. ശ്രീദേവേ, ഫിനിഷ്? ഓക്കെ. ന്യൂനത. അടുത്ത ഫോർത്ത് വൺ സമിതി. സമിതി. എഴുതിയോ സേറ? എന്തായി സേറക്കുട്ടി, എഴുതിയോ? ഓക്കെ. ആൻഡ്രോസ് എഴുതിയില്ലേ മോളെ? കേൾക്കുന്നില്ലേ? ഫിഫ്ത് വൺ പറയണോ? ഫിഫ്ത് വൺ നാലെണ്ണം ഞാൻ പറഞ്ഞുള്ളൂ അല്ലെ? ഓക്കെ. ഇനി ഫിഫ്ത് വൺ യവനന്മാർ. യവനന്മാർ. യവനന്മാർ അർത്ഥം. അപ്പൊ 5 എണ്ണാണുള്ളത്. ഒന്ന് ഒന്ന് ആസ്ഥാനം, 2 ആധുനികം, 3 ന്യൂനത, 4 സമിതി, 5 യവനന്മാർ. 5 എണ്ണേ ഉള്ളൂ കേട്ടോ വേർഡ് മീനിങ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഏതാണെന്നറിയോ? പര്യായം. സമാനാർത്ഥങ്ങള് പര്യായം. ഒന്നാമത്തത് അതില് താരം. അത് നമ്മളെ കുറെ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. താരം. 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 നമ്മോട് പറയോ? പര്യായ പദത്തില് സെക്കൻഡ് ബിറ്റ് പര്യായ പദം എഴുതുക എന്നതാണ്. അതിൽ ഒന്നാമത്തത് താരം, രണ്ടാമത്തത് ഗജം. 2 ഗജം. താരം, ഗജം. ഓക്കെ. യെസ്, ഫിനിഷ്. ഫിനിഷ്. യെസ്. നെക്സ്റ്റ് ഓപ്പോസിറ്റ് വേർഡ്, വിപരീത പദം എഴുതുക. മൂന്നാമത്തെ ബിറ്റ് വിപരീത പദം എഴുതുക. അതില് ഒന്നാമത്തെ
പാശ്ചാത്യം. പാശ്ചാത്യം. ദേവപ്രിയ, did you finish? Yes. Okay. പാശ്ചാത്യം. പാശ്ചാത്യം ഓപ്പോസിറ്റ് വേർഡ് എഴുതണം, വിപരീത പദം. ആരോൺ കഴിഞ്ഞില്ലേ മോനെ? ഓക്കെ. പാശ്ചാത്യം. അതിൽ സെക്കൻഡ് വൺ അരോഗം. അരോഗം. എഴുതിയ മക്കളെ? ഷമ്മീലെ നിഷാണോ? യെസ്. ക്രിസ്റ്റി, ശ്രീദേവ്, സൂര്യദേവ്, അദ്വൈത്, കമൽ, ആഷിനുജി, എബിൻ ബിജു, ആൻഡ്രോസ് പ്രിൻസ്, ആദിദേവ്, ഷെഫി ഷാജൻ, കൃപാമേരി, ആരോൺ, ദേവപ്രിയ, അൽനാഗസ്റ്റിൻ, ദേവാഞ്ജന. ഓക്കെ, ഇത്രേ പേരുള്ളൂ. മിസ് പര്യായപദം ഒന്നുകൂടെ പറയാവോ? ഓക്കെ. പര്യായപദം നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത് താരം. താരം. അടുത്തത് ആന. രണ്ടെണ്ണാണ് പറഞ്ഞത്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം എഴുതുക. ഫോർത്ത് ബിറ്റ് ഉത്തരം എഴുതാനാണ്. ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതില് ഒന്നാമത്തത് അതുവരെയുള്ളത് എഴുതിയല്ലോ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ. ഒന്നാമത്തെ ക്വസ്റ്റിനെ വികസനത്തിന്റെ രഹസ്യം എന്താണ്? വികസനത്തിന്റെ രഹസ്യം എന്താണ്? എന്ത് പറ്റി കൃപ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിപ്പോയോ? കൃപ, വികസനത്തിന്റെ രഹസ്യം എന്താണ്? കൃപ, എന്ത് പറ്റിടാ? കേൾക്കുന്നില്ലേ കൃപക്ക്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വികസനത്തിന്റെ രഹസ്യം എന്താണ്? യെസ്, അല്ലേ? ഓക്കെ ഓക്കെ. അക്ഷരങ്ങള് തെറ്റാതെ എഴുതണേ. അന്നക്ക് കാര്യങ്ങളെല്ലാം അറിയും, അക്ഷരങ്ങൾ തെറ്റിക്കും. എക്സാമിന് മാത്രം. അന്നയുടെ പ്രശ്നം. അക്ഷരത്തെറ്റ് ഒരുപാട് വരും അല്ലേ? മിസ് മിസ് എന്തോ പറഞ്ഞു സൂര്യദേവ് പറഞ്ഞോ? പറഞ്ഞോ മോനെ? വിപരീത പദത്തിലത്തെ രണ്ടാമത്തത് ഒന്നും കൂടി അറിയാം മിസ്? അരോഗം. അരോഗം. ഓക്കെ. യെസ്. വിപരീത പദം രണ്ടെണ്ണല്ലേ തന്നുള്ളൂ? ഓക്കെ, രണ്ടെണ്ണേ തന്നുള്ളൂ. ഫസ്റ്റ് വൺ പാശ്ചാത്യം, സെക്കൻഡ് വൺ അരോഗം. ക്വസ്റ്റ്യൻ ആൻസറിൽ ഫസ്റ്റ് വൺ, വികസനത്തിന്റെ രഹസ്യം എന്താണ്? ശ്രീദേവേ, അത് എവിടെയെങ്കിലും വെച്ചെഴുതറ മോനെ.
സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ? എഴുതി കഴിഞ്ഞ എല്ലാവർക്കും? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച കേരള താരങ്ങൾ ആരെല്ലാം? നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച കേരള താരങ്ങൾ ആരെല്ലാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഷമീല എഴുതിയേ വേഗം. ഷമീലിനാണെങ്കിൽ ഇപ്പൊ വിഷമമുള്ളത് എങ്ങനെയൊന്ന് തിങ്കളാഴ്ച ആവാൻ കാത്തിരിക്കണവൻ അല്ലേ ഷമീലെ? അപ്പൊ സിനാൻ ഉണ്ടാവും. ആരൊക്കെയാ? സിനാൻ, നിഹാല്. നിഹാലില്ലല്ലോ ഇന്ന്. സിനാനില്ല, നിഹാലില്ല. പിന്നെ ആരൊക്കെ ലീവ്? മക്കളെ നിങ്ങൾ അറ്റൻഡൻസ് കൃത്യമായി മാർക്ക് ചെയ്യണേ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച കേരള താരങ്ങൾ ആരെല്ലാം? ഷമീലിന് മിസ് ചെയ്യുന്നുണ്ടോ ഷമീലെ അവരെയൊക്കെ? ഷമീലെ ഒന്നും പറയാനില്ല ഇപ്പൊ. അബ്ദുബാസിത്തുണ്ട്. എവിടെ പോയി ഷമീലെ സിനാനൊക്കെ? സിനാനും നിഹാലും ഒക്കെ എവിടെ പോയി? നേരെ ഒന്ന് മൊബൈൽ അവിടെ വെച്ചിട്ടിരുന്നേ. നീ എന്തിനാ ഈ ബസ്സിൽ പോകുന്നവർ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്നവരിക്കുന്നു? അതിനൊരു കൃത്യമായ പൊസിഷൻ ഇല്ലേ? അതുകൊണ്ടല്ലേ ഇത് അനങ്ങുന്നേ. ആ ഓക്കെ. തല മാത്രമേ കാണിക്കൂ, യൂണിഫോം ഉണ്ടാവില്ല. ആ യൂണിഫോം ശ്രീദേവിന് യൂണിഫോം കിട്ടിയില്ലായിരുന്നോ? ശ്രീദേവേ ഇല്ല, ഉണ്ട്. ഓക്കെ, വേണ്ടാന്ന് എത്തിയായിരിക്കും. അതുപോലെ ഷംബീലിനെ കാണുന്നില്ല ശരിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? എന്താ അതിന്റെ മീനിങ് എന്നറിയോ? യൂണിഫോം ഉണ്ടാവില്ല. ആ അതാണ് ഷംബീൽ പകുതി ഇരിക്കുന്നത്, തല മാത്രം കാണിച്ചിരിക്കുന്നത്. ഷംബീലെ ഇതിന്റെ ഒക്കെ തട്ടിപ്പ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയോ? ആൻസർ എഴുതിയോ? കംപ്ലീറ്റ് എഴുതിയോ? ഇനി 3. ഓക്കെ, 3. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച കേരള താരങ്ങൾ ആരെല്ലാം? മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഏഷ്യാഡിന്റെ മുദ്രാവാക്യം എന്ത്? ഏഷ്യാഡിന്റെ മുദ്രാവാക്യം എന്ത്? നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച കേരള താരങ്ങൾ ആരെല്ലാം? ഓക്കെ, അദ്വൈത എഴുതുന്നില്ലേ മോനെ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏഷ്യാഡിന്റെ മുദ്രാവാക്യം എന്ത്? ഏഷ്യാഡിന്റെ മുദ്രാവാക്യം എന്ത്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ എത്ര ടോട്ടൽ മാർക്കിന്റെ ആയി നോക്കട്ടെ. ഫോർത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഓക്കെ, ഒന്നുകൂടി വായിക്കാം. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ടോട്ടൽ 15. ഔട്ട് ഓഫ് 15 മാർക്ക്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏഷ്യാഡിന്റെ മുദ്രാവാക്യം എന്ത്? ഏഷ്യാഡിന്റെ മുദ്രാവാക്യം എന്ത്? അതാണ് മൂന്നാമത്തെ. ക്രിസ്റ്റീസിന്റെ തേർഡ് ക്വസ്റ്റ്യൻ അതാണ് പറഞ്ഞത്. ഓക്കെ,
അപ്പൊ എത്ര പേർക്ക് ഫിനിഷ് ആയി? ഒന്ന് കൈപറ്റി. ഓ പറഞ്ഞോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആഷിനാണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ രാജ്യത്തിന്റെ പിന്നെ ഏതാടാ? പര്യായപദ. വിപരീത പര്യായപദം. അർത്ഥം കഴിഞ്ഞിട്ട് പര്യായപദം എന്ന് പറഞ്ഞത്. അതില് ഒന്നാമത്തത് താരം, രണ്ടാമത്തെ ആന. ആന എന്ന വാക്കിന്റെ പര്യായപദം ഇത്. നാനാർത്ഥം അല്ല, നാനാർത്ഥം നോട്ട് നാനാർത്ഥം, സമാനാർത്ഥങ്ങൾ, പര്യായപദം അതേ അർത്ഥം വരുന്നത്. ഓക്കെ. ആന ആദ്യം നമ്മൾ പറഞ്ഞ താരം, സെക്കൻഡ് പറഞ്ഞത് ആന. അത് കഴിഞ്ഞിട്ടുണ്ടായത് വിപരീത പദം എഴുതാൻ. അതിൽ ഒന്നാമത്തത് രണ്ടെണ്ണേ പറഞ്ഞു. പാശ്ചാത്യം, അലോകം. ഓക്കെ. അപ്പോ ടോട്ടൽ 15 ആണ്. ഔട്ട് ഓഫ് 15 ആണ് മാർക്ക്. ഓക്കെ, എല്ലാവർക്കും ഫിനിഷ് ആണോ? ഇല്ല. കൃപ എഴുതിക്കുമ്പോള് ഓക്കെ. കഴിഞ്ഞൊന്ന് വേഗം പറഞ്ഞേ. കഴിഞ്ഞവരൊക്കെ അടച്ചു വെച്ചേ. അടച്ചവിടെ വെക്ക്, ഞാൻ പറയാം. ഓക്കെ. അപ്പൊ കൃപ ഫിനിഷ്. യെസ്. നെക്സ്റ്റ് വേറെ ആർക്കും ഉണ്ടോ ഇനി ഫിനിഷ് ആവാതെ? എഴുതി കഴിയാതെ ആരെങ്കിലും ഉണ്ടോ? അദ്വൈത് വേഗം. കഴിഞ്ഞ മോനെ അദ്വൈത്? ഓക്കെ. അർത്ഥത്തിന്റെ ഫസ്റ്റ് വൺ ഒന്നുകൂടെ പറയാവോ? ഇപ്പൊ എഴുതാനാണോ? ഓക്കെ. ഫസ്റ്റ് വൺ ആസ്ഥാനം. ആസ്ഥാനം. ഓക്കെ. അപ്പൊ എല്ലാവരും എടുത്തു. ഇനി മിസ് വായിക്കാം അതിന്റെ ആൻസർ. അപ്പൊ ശരിയാണെങ്കിൽ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്യണം, ഞാൻ പറയുന്ന ആൻസർ ആണെങ്കിൽ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അർത്ഥം എല്ലാവരും എഴുതി കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ മിസ് ആൻസർ വായിക്കാം. ആദ്യത്തെ ഒന്നാമത്തത് അർത്ഥം എഴുതുക എന്നുള്ളതിന് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആസ്ഥാനം, ഇരിപ്പിടം. ആസ്ഥാനം, ഇരിപ്പിടം അല്ലെങ്കിൽ പ്രധാന കേന്ദ്രം എന്നാണ് അർത്ഥം. അതാണ് എഴുതിയതെങ്കിൽ മാത്രം നിങ്ങൾ ശരിയുള്ളൂ. ഓക്കെ ആരോൺ? ശരിട്ടോ? അല്ല തെറ്റാണോ? കേട്ടാ? ഓക്കെ. സെക്കൻഡ് ആൻസർ ആസ്ഥാനം, ഇരിപ്പിടം അല്ലെങ്കിൽ പ്രധാന കേന്ദ്രം. ഓക്കെ. നെക്സ്റ്റ് രണ്ടാമത് ഞാൻ പറഞ്ഞത് ആധുനികം, പുതിയത്. ഓക്കെ. പുതിയത്, ആധുനികം, പുതിയത്. ശരിയാണെങ്കിൽ ശരിയുക. മൂന്നാമത്തത് ന്യൂനത എന്നുള്ളതിൻ്റെ കുറവ്. ന്യൂനത, കുറവ് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറയുക? സമിതി, സംഘം. സംഘം, സമിതി, സംഘം. ഇനി ലാസ്റ്റ് അതില് യവനന്മാർ. ആരാണ്? ഗ്രീക്കുകാർ അല്ലെ? ഗ്രീക്കുകാർ. ഓക്കെ. ഈ 5ഉം ശരിയായവര് അതിന്റെ അപ്പുറം 5, ടോട്ടൽ 5 മാർക്കാണ് അതിൽ. 1 മാർക്ക് വീതമുള്ള 5 ക്വസ്റ്റ്യൻ. ഓക്കെ. നെക്സ്റ്റ് പര്യായപദാണ്. അതിലൊന്നാമത്തത് പറഞ്ഞ താരം. എന്താ താരത്തിന്റെ പര്യായപദം? നക്ഷത്രം, താരകം, ഉടും. ഓക്കെ. അതിൽ 2 എണ്ണെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയാണ്. താരം, ഉടു, താരകം അല്ലെങ്കിൽ നക്ഷത്രം. ഇതിൽ ഏതെങ്കിലും 3 എണ്ണത്തിൽ 2 എണ്ണായാലും കുഴപ്പം. ഓക്കെ. അപ്പൊ അതിന് 1 മാർക്ക്. നെക്സ്റ്റ് ആനയാണ് പറഞ്ഞത്. ഗജം, കരി, ദന്തി. ഓക്കെ. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയാണ്. അപ്പൊ 2 മാർക്കാണ്. 2ഉം ശരിയായവർക്ക് 2 മാർക്ക് കിട്ടും. നെക്സ്റ്റ് അടുത്തത് എന്താ? വിപരീത പദം. അതില് ഒന്നാമത് പറഞ്ഞത് പാശ്ചാത്യം. ഉത്തരം പൗരസ്ത്യം. വെരി ഗുഡ്.
നെക്സ്റ്റ് അരോഗം, രോഗം, രോഗം. അത് രണ്ടും ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഉത്തരം എഴുതാനാണ്. അതിൽ ഒന്നാമത്തത് വികസനത്തിന്റെ രഹസ്യം എന്താണ്? ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ രഹസ്യം അവിടുത്തെ ജനങ്ങളുടെ ഉത്സാഹവും കർമ്മശേഷിയുമാണ്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ. ശരിയാണെങ്കിൽ നിങ്ങൾ എത്ര 2 മാർക്കാണ് ഉള്ളത്, 2 മാർക്ക്. ഇനി അടുത്തത് അക്ഷരത്തെറ്റ് വരാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നിങ്ങൾ അക്ഷരത്തെറ്റ് വരുത്തരുത് എന്ന്. നിങ്ങൾ 5ാം ക്ലാസ്സിലെത്തി, അപ്പൊ നിങ്ങൾ അക്ഷരത്തെറ്റ് വരുത്താൻ പാടില്ല. ഓക്കെ. നിങ്ങളിൽ മുഴുവൻ അക്ഷരത്തെറ്റാണ് ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച കേരള താരങ്ങൾ ആരെല്ലാം? ആരെല്ലാം? എന്നിവരാണ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച കേരളം. അപ്പൊ ആരൊക്കെയാണ്? PT ഉഷ, MD വത്സമ്മ, ഷൈനി വിൽസൺ തുടങ്ങിയവരാണ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച കേരള താരങ്ങൾ. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. അത് ശരിയാണെങ്കിൽ നിങ്ങൾ 2 മാർക്ക് ഇടുക. ഇപ്പൊ തന്നെ ഇടണേ, 2 മാർക്ക് ഇടുക. ഇനി മൂന്നാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2 എഴുതിയിട്ടു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏഷ്യാഡിന്റെ മുദ്രാവാക്യം എന്ത്? എന്താണ്? ഓക്കെ, വെരി ഗുഡ്. എന്നെന്നും മുന്നോട്ട്, ഇതാണ് അല്ലെ ഏഷ്യാഡിന്റെ മുദ്രാവാക്യം. അപ്പൊ ഈ ടോട്ടൽ ശരിയായവർക്ക് എത്ര മാർക്ക് കിട്ടും? കൂട്ടി നോക്കിയേ നിങ്ങൾ മാർജിനിൽ ഇപ്പൊ ഇട്ട മാർക്കില്ലേ, ഒന്ന് കൂട്ടി നോക്കിയേ. എത്രയുണ്ട് നോക്കിയേ. 14 ഉണ്ടോ? അപ്പൊ 15 അടിയിൽ എഴുതുക, എന്നിട്ട് ഒരു വര എഴുതുക, അതിന്റെ മുകളില് 14 എഴുതുക. തെറ്റിയത് നിങ്ങൾ 3 പ്രാവശ്യം ഒന്ന് എഴുതണം. ക്വസ്റ്റ്യൻ ആൻസർ ആയാലും വേണ്ടിയില്ല, മറ്റേ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഒന്ന് എഴുതി പഠിച്ചോ, നല്ലതാണ്. ഓക്കെ. ഞാൻ എന്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വരുന്ന സമയത്ത് ചെക്ക് ചെയ്യും കേട്ടോ. അടുത്ത ക്ലാസ്സിലാ? ഈ നിങ്ങൾ ഇന്ന് തെറ്റിച്ചില്ലേ? തെറ്റിച്ചിട്ടുണ്ടോ ആരെങ്കിലും? തെറ്റിച്ച് ഒന്നും കൂടെ എഴുതിക്കുവേ. അപ്പൊ എന്ത് ചെയ്യണം? തെറ്റിയവര് അത് നന്നായി പഠിക്കണം. തെറ്റിയത് ഏതാണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് പഠിച്ചിട്ട് വരും. അടുത്ത ക്ലാസ്സിൽ ഞാനത് എഴുതിക്കും. ഓക്കെ. എത്ര മാർക്ക് ഇടണം? ഏത് എത്ര മാർക്ക്? ഏതിന് മോനെ? ക്വസ്റ്റ്യൻ ആൻസറിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിന് 3 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇട്ടത്. എല്ലാത്തിനും 2 മാർക്ക്. അപ്പൊ ഒന്നിന് 2 മാർക്ക്. അപ്പൊ 3 × 2 എത്രയാ? 3 × 2 6. ഓക്കെ, 6. അപ്പൊ അത് 3 ശരിയായവർക്ക് 6 മാർക്ക് കിട്ടും. 2 എഴുതിയിട്ടു. 2 എഴുതിയിട്ടെങ്കിൽ 2 മാർക്ക് കുറയും ആദ്യത്തേതിന് ടോട്ടൽ വരുമ്പോ. ഓക്കെ. 1 എഴുതിയില്ലെങ്കിൽ 2 മാർക്ക് പോയില്ലേ? അപ്പൊ എത്ര മാർക്ക് ഉണ്ടാവും? ബാക്കിയൊക്കെ ശരിയാണോ? അങ്ങനെയാണെങ്കിൽ 15 ഔട്ട് ഓഫ് എത്രയാ? 30 ഉണ്ടാവും. 13. ഓക്കെ. ഫുൾ മാർക്ക് ഉള്ളവരും ഉണ്ട് അല്ലെ, കുറെ പേര്. നമുക്ക് അടുത്ത ക്ലാസ്സില് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വേർഡ്സ് എഴുതിപ്പിക്കും. നിങ്ങൾ നോക്കട്ടെ എങ്ങനെയുണ്ട്, നിങ്ങൾ എഴുതാൻ പഠിച്ചിട്ടുണ്ടോ? തെറ്റുന്നതിന് നമുക്ക് അതാ ഒരു പരിഹാരം. നിങ്ങൾ ആ ചൂലയിൽ നമ്മുടെ കോപ്പി ബുക്കിൽ എന്തെങ്കിലും എഴുതുന്നുണ്ടോ മക്കളെ? നമ്മൾ പറഞ്ഞില്ലേ എന്ന് നമുക്ക് എഴുതാൻ പറ്റാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് എഴുതണം എന്ന് പറഞ്ഞിട്ടേ കുറെ തവണ എഴുതണം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്ന വാക്കുകളൊക്കെ ഈ പാഠത്തിന് എന്ത് ചെയ്യുക? എഴുതി പഠിക്കും. ഓക്കെ. ഇപ്പൊ മിസ് പരീക്ഷ ഇട്ടത് മിസ്സിന് വാട്സാപ്പിൽ അയച്ചു തരണോ? വാട്സാപ്പിൽ വേണ്ട, നമുക്ക് തിങ്കളാഴ്ച ചെക്ക് ചെയ്യാം. നിങ്ങൾ ഷെഫി വരുന്നില്ലേ റെഗുലർ ക്ലാസ്സില്? ഇല്ലേ? എന്തേ ഷെഫി? വരാത്ത കുട്ടികളെ അയച്ചു തരും കേട്ടോ, ഓൺലൈൻ സ്റ്റുഡൻസ് ആണെങ്കിൽ. ഓക്കെ, ബൈ. ഓക്കെ, ബൈ, സീ യു. ഓക്കെ, നമുക്ക് നേരിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നേരിൽ കാണാം അല്ലേ? അറ്റൻഡൻസ് ഇടണേ എല്ലാവരും.
എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. ലേറ്റ് ആയി വന്ന് സേറ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ ആ പാഠത്തിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരു ഡിക്റ്റേഷൻ ഇടും. ഏതൊക്കെയോ കുറച്ച് വേർഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോക്കട്ടെ, നിങ്ങൾക്ക് എഴുതാൻ അറിയോക്കട്ടെ. ഓക്കെ ഓക്കെ ബൈ ബൈ, സി യു. ഓക്കെ.